അനന്തുവേ 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 ഒന്ന് വാ. ഹലോ 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 ഹായ് ഹായ് മതി അങ്ങനെയൊക്കെ പറയണം. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്. എന്താണ് സൈലന്റ് ഹായ് ഗായ്സ്? സീരിയൽ ആൾക്കാർ പ്രോംപ്റ്റ് ചെയ്യാറുള്ളൂ. പ്രോംപ്റ്റ് ചെയ്ത് ഡയലോഗ് പറയുള്ളൂ. ഞങ്ങളെ സൗണ്ട് കൊടുക്കാറില്ല. ഞാൻ തരാം സൗണ്ട് ഇനി ഹായ് ഗൈസിന്. ഹായ് ഗായ്സ്. അപ്പൊ ഞങ്ങളില്ലേ രണ്ടുപേരും കൂടി ഇന്ന് ഷോപ്പിങ്ങിന് പോവാൻ വേണ്ടി പോവാട്ടോ. കല്യാണ സമയത്ത് ഞങ്ങൾക്ക് ഇതേ ഒത്തിരി ഗിഫ്റ്റ് കാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുണ്ടോ? കാരണം ഗിഫ്റ്റ് മാത്രമല്ല, നമുക്ക് ഇതുപോലെ കാർഡ്സ് തന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് നല്ലൊരു ഏർപ്പാടാട്ടോ. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് പോയി മേടിക്കാമല്ലോ. അതുകൊണ്ട് എപ്പോഴും ഗിഫ്റ്റ് കാർഡ്സ് ഒക്കെ നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ്. ഈ കുറെ ക്ലോക്കും ഡിന്നർ സെറ്റ് കൊടുക്കണേക്കാളും നല്ല ഗിഫ്റ്റിംഗ് ഓപ്ഷൻ ആണ് ഇതുപോലത്തെ ഐറ്റംസ്. പക്ഷെ എന്നാലും നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ നല്ലായിരുന്നു അല്ലേ? ഞങ്ങൾക്ക് നല്ല ഗിഫ്റ്റുകളൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. കല്യാണത്തിന് സമയത്ത് ഉപകാരപ്പെടുന്ന കുറെ സാധനങ്ങൾ കിട്ടിയായിരുന്നു. പിന്നെ ഇല്ലേ, ഇപ്പൊ നമ്മൾ ഇന്ന് ഇതൊക്കെ റെഡിയും ചെയ്ത് പോയി ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോകുവാണ്. പിന്നെ കെട്ടിയോന് സ്നേഹമുള്ളതുകൊണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എടുത്തോ, നീ മുഴുവൻ മേടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലേ? ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞങ്ങൾക്ക് ഈ ബ്ലാക്ക് ഒക്കെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് കിട്ടിയതാട്ടോ. പകരം ഈ കാർഡില്ലേ, ഇത് കോമൺ ആയിട്ട് കിട്ടിയതാണ്. വേറെ ഉണ്ട് കേട്ടോ കാർഡ്സ്. ഞാൻ എടുക്കും. ഇത് നല്ല അടിപൊളി പ്രീമിയം ബ്രാൻഡിന്റെ കാർഡാട്ടാ. പക്ഷെ ഞാനും എന്റെ കെട്ടിയവനോട് ഇഷ്ടമുള്ളതുകൊണ്ട് വിട്ടുതരും ഞാൻ വിചാരിക്കണം. ഞങ്ങൾ എന്തായാലും സോപ്പിടാം. അപ്പൊ ഞങ്ങൾ എന്തായാലും ഷോപ്പിങ്ങിന് പോട്ടെ അല്ലേ? പോയാലെങ്കിൽ. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. പുറത്തേക്ക് പോകുന്നതിന് മുന്നേട്ടില്ലേ മേക്കപ്പ് ചെയ്യണം, അതുപോലെ തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യാനായിട്ടുണ്ട്. ആക്സറീസ് ഒന്നും ഇട്ടിട്ടില്ല, അപ്പൊ നന്നായിട്ടൊന്ന് ഒരുങ്ങാം കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഭയങ്കര ബിസി ആട്ടോ ലൈഫ്. വർക്കും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളും മൊത്തത്തിൽ ഒരു ബിസിയാണ്. പക്ഷെ ഒരു എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇതെല്ലാം. കാരണം നല്ലൊരു ചേഞ്ചാണ് എല്ലാവരും കൂടിയുള്ളത്. പിന്നെ നല്ല മൊമെന്റ്സ്, നല്ല ഭക്ഷണം. അതുകൊണ്ട് തന്നെ മുഖത്ത് നിറച്ച് പാടും കാര്യങ്ങളൊക്കെ ആട്ടോ. കൂടെ തന്നെ ഞാൻ ഡയറ്റിലായിരുന്നു, അതൊക്കെ പൊട്ടിച്ചതിൻ്റെ ഒക്കെ എൻ്റെ സ്കിൻ നല്ല രീതിയിലായിട്ടുണ്ട്. പക്ഷെ സോഫാർ നല്ല അടിപൊളിയായിട്ട് ലൈഫ് പോണു. പിന്നെ ഒരിക്കലും ചേഞ്ച് ചെയ്യാണ്ട് ഞാൻ സ്റ്റേബിളായിട്ട് കൊണ്ടു നടക്കണത് എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ മാത്രം കേട്ടോ. കാരണം അതും കൂടി ഇല്ലെങ്കിൽ ഇതിനേക്കാളും മോശമാകും എന്നുള്ളതാണ് എൻ്റെ സ്കിന്ന്. അപ്പം മാക്സിമം ഞാൻ സ്കിൻ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കല്യാണത്തിന് മുന്നേ തന്നെ ഞാൻ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ ഗാർണിയറിൻ്റെ ബ്രൈറ്റ് കംപ്ലീറ്റ് വിറ്റമിൻ സി സിറം. ഇതില്ലേ ഭയങ്കര നല്ലതാണ്. ട്രസ്റ്റ് മീ ഗൈസ്, നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിനെ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ എൻ്റെ ചാനലിൽ ഞാൻ ഇതിനെപ്പറ്റി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ സ്കിന്ന് ഇവൻ ടോൺ ആക്കാനും ഫ്രഷ് ആക്കാനും ഹെൽത്തി ആക്കാനും ഒക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം കൂടി ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. ഞാനില്ലേ ക്രീംസ് ആണ് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു കേട്ടോ. ക്രീംസ് മോയ്സ്ചറിനെ ലോക്ക് ചെയ്യുമെങ്കിലും ഇല്ലേ, സിറമാണ് പിഗ്മെന്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലത്. ഈ ഒരു സിറം ഇല്ലേ ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രേസി ആണ്, നല്ല രീതിക്ക് അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ സ്റ്റിക്കി ആയിട്ടുള്ള ഫീലും ഇല്ല കേട്ടോ. ഇതിൽ വിറ്റമിൻ സി കൊണ്ട് പാക്ഡ് ആയതുകൊണ്ട് തന്നെ ഇല്ലേ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്ത് സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു 3 ദിവസം കൊണ്ട് തന്നെ ഇല്ലേ നല്ല ഇവൻ ഔട്ട് ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടും. വ്യത്യാസം കണ്ടോ? ക്രീംസ് ഇല്ലേ ഇത്തിരി ഹെവി ആണ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ സർഫേസിൽ ഭയങ്കരമായിട്ട് കാണാനായിട്ട് പറ്റും. പക്ഷെ സിറം ഇല്ലേ ജസ്റ്റ് മെൽറ്റ് ചെയ്ത് പോകും സ്കിന്നിലേക്ക്. ഈ സിറം ഇല്ലേ ശരിക്കും വാട്ടറിലേക്കാണ് കേട്ടോ ഇരിക്കുന്നത്. കാരണം സെക്കൻഡ്സിനുള്ള അബ്സോർബ് ചെയ്യും. ഓൾസോ ഇല്ലേ നമ്മുടെ ഓയിൽ റെസിഡ്യൂ ഉണ്ടാവില്ല സ്കിന്നിൽ. ഇത് വിറ്റമിൻ സി കൊണ്ട് പാക്ഡ് ആയതുകൊണ്ട് തന്നെ ഇല്ലേ നന്നായിട്ട് സ്കിന്നിലേക്ക് പെനട്രേറ്റ് ചെയ്ത് 3 ദിവസം കൊണ്ട് തന്നെ വിസിബിൾ ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ് സ്കിന്നിന് കൊടുക്കും. എഫക്റ്റീവും എഫേർട്ട്ലെസ്സും ആയിട്ടുള്ള സ്കിൻ കെയർ ആട്ടോ എനിക്ക് വേണ്ടത്. എത്ര ഹെക്റ്റിക് ആയിട്ടുള്ള ദിവസമാണെങ്കിലും എൻ്റെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കിയും അതുപോലെ തന്നെ ഫ്രഷ് ആക്കിയും വെക്കണം. ഇപ്പോഴും നിങ്ങൾ ഹെവി ആയിട്ടുള്ള ക്രീംസായി യൂസ് ചെയ്യണമെങ്കിൽ അത് മാറ്റേണ്ട സമയമായിട്ടോ. ഗാർണിയർ ബ്രൈറ്റ് കംപ്ലീറ്റ് വിറ്റമിൻ സി സിറം ഇല്ലേ നല്ല രീതിക്ക് എനിക്ക് വർക്ക് ആവുന്നുണ്ട്. നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് ഫസ്റ്റ് H&Mലാട്ടോ പോകണ്ടേ. അവിടെ പോയിട്ട് നമുക്ക് റെഡീം ചെയ്യാൻ ഒരു 8,000 റുപ്പീസിന്റെ ഗിഫ്റ്റ് വൗച്ചർ അല്ലാണ്ട് വന്ന് കിട്ടിയത്. അതെ അങ്ങനെ പറഞ്ഞേക്കണം, നമുക്ക് ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. എൻ്റെ മനസ്സിലെ കുറച്ച് ജീൻസും അതുപോലത്തെ ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ എൻ്റെ മനസ്സിലാണ്. എന്താ ഉദ്ദേശിക്കണേ? അനന്ത് പറയണ എന്നോട് മേടിച്ചോളാം കേട്ടോ. അനന്ത് വേണ്ടെന്നാ പറഞ്ഞേക്കണേ അല്ലേ? എന്നോട് ഇഷ്ടമുള്ള മേടിച്ചോളാ പറഞ്ഞേക്കണേ, അങ്ങനെയല്ലേ? അപ്പൊ നമുക്ക് അവിടെ പോയി നോക്കാം. ആ കൊള്ളാട്ടോ.
കേട്ടോ. ബാരൽ ജീൻസ് എന്ന് പറയുന്ന പുതിയ ടൈപ്പ് ഓഫ് ജീൻസ് ആട്ടോ ഈ കിടക്കണ. നമുക്ക് ഇതെന്തായാലും ഒരെണ്ണം എടുക്കാം, കാരണം ഈ ഒരു സ്റ്റൈൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതിൻ്റെ കളറും കൊള്ളാം. വൈഡ് ഹൈ വേസ്റ്റ് ജീൻസ് ആട്ടോ ഈ കിടക്കണ. ഇതിൻ്റെ വെറൈറ്റി ഉണ്ടോ, പോക്കറ്റ് ഫ്രണ്ട് സൈഡിലത് ഉണ്ടോ. ചില സമയത്ത് നമുക്ക് ഒന്നും ഡ്രസ്സപ്പ് ചെയ്യാൻ തോന്നാത്ത ടൈമിൽ ഇങ്ങനത്തെ ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് ഭയങ്കര നല്ലതാട്ടോ. എനിക്ക് എൻ്റെ പ്രിൻ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം അല്ലേ, നല്ല പ്രിൻ്റ്, നല്ല ഷെയ്ഡ്. നമ്മൾ ഔട്ട്ഫിറ്റ്സ് ഓരോന്നായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാട്ടെ. കുറച്ച് ജീൻസ് ആണ് ഞാൻ ഇപ്രാവശ്യം ഫോക്കസ് ചെയ്തേക്കണം, കാരണം എനിക്ക് ജീൻസ് വേണം. പണ്ടത്തെ സ്റ്റൈലായി ജീൻസൊക്കെ, പിന്നെ നമ്മൾ മെഷീനിൽ വാഷ് ചെയ്യാൻ നേരത്തെ കുറേ ചീത്താവില്ലേ, അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കുറച്ച് ജീൻസ് എടുക്കണം എന്നാണ് വിചാരിക്കണം. കൂടെ തന്നെ കുറച്ച് ടോപ്സും കൂടി നോക്കുന്നുണ്ട്. എന്തെങ്കിലും പുതുതായിട്ടൊക്കെ സ്റ്റൈൽ കിട്ടുവാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇതാണ് കേട്ടോ ബാരൽ ജീൻസ്. ഇതിവിടെ ഇങ്ങനെ ഒരു വളവ് എന്താ പറയുക, ഇങ്ങനെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് ഇങ്ങനെ വരണം. ഇതാണ് ബാരൽ ജീൻസ്. പക്ഷേ ഇല്ലേ, എനിക്ക് അങ്ങോട്ട് സെറ്റായില്ലേ ജീൻസ്. എന്താ അറിയില്ല, മൊത്തത്തിലൊരു ലൂസ് ഫീൽ തോന്നുന്നുണ്ട് എല്ലായിടത്തും. കംഫിയാണ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കറിയില്ല, ഈ ടോപ്പിൻ്റെ കൂടെ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ബോഡി ഷേപ്പിന് ചേരാത്താന്ന് തോന്നണം കേട്ടോ. എന്തോ ഒരു ഭംഗിയുണ്ട് ഈ ഒരു ജീൻസിന്. പക്ഷെ ഇനി എന്തായാലും എടുക്കണം. നെക്സ്റ്റ് ഈ ഒരു ലുക്കാട്ടോ. ഇത് ടീഷർട്ടും ജീൻസുമാണ്. ഞാൻ കുറേ നാളായിട്ടോ ടീഷർട്ട്സ് ഇട്ടിട്ട്, കുറേ നാളായി. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ബാഗി ടീഷർട്ട്, ഓവർ സൈസ് ടീഷർട്ട് പോലും എൻ്റെ കയ്യിൽ ഇല്ലെന്നുള്ളതാണ്. നമുക്ക് ഈ ടീഷർട്ട് എടുക്കാൻ കാരണം രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ പാൻസ് എനിക്ക് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആട്ടോ, ജീൻസ് ഏതെടുക്കണം എന്നുള്ളത്. അപ്പോൾ ജീൻസ് നമുക്ക് നോക്കാം, 1-2 കൂടി ഇട്ട് നോക്കാം. പക്ഷേ ഈ ഒരു ടീഷർട്ട് എന്തായാലും എടുക്കാം, കാരണം ട്രാവൽ ചെയ്യാൻ നേരത്തൊക്കെ ഭയങ്കര കംഫി ആയിരിക്കും. നോക്കി എനിക്ക് ആരാ സെലക്ട് ചെയ്ത് തന്നെയെന്ന് ഓരോ സാധനം. ഏതായിരുന്നു അനന്ത് നല്ലത്? പച്ചയല്ലേ, സൈസ് ഇല്ലേ എൻ്റെ? ലാർജ് എടുത്തോങ്കി. പക്ഷെ നല്ല ടീഷർട്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതാണ് ഇപ്പം എടുത്തത്. മീഡിയം മതി. ഇപ്പം എടുത്തിട്ട് വന്നതാട്ടോ ഈ ഒരു ലിനൻ്റെ പാൻസ്. എൻ്റെ പൊന്നെ, കിഡിലൻ പാൻസ്. ഭയങ്കര സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഭയങ്കര ഫിറ്റിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു വേസ്റ്റ് കോട്ട് നോക്കി, പക്ഷെ എനിക്ക് അങ്ങോട്ട് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല കേട്ടോ. നോക്കാം, ചിലപ്പോൾ ലാസ്റ്റ് ഞാൻ എടുക്കുമായിരിക്കും, ചിലപ്പോൾ അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ പാൻറ്റ് ഡബിൾ ഓക്കെ. അനന്ത് സെലക്ട് ചെയ്ത് തന്നതാട്ടോ എനിക്ക് ഈ ഗ്രീൻ ടീഷർട്ട്. ഇത് കൊള്ളാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെടുക്കാൻ എന്തായാലും 60 രൂപ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് അറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. പക്ഷെ ഇത് കൊള്ളാം അല്ലേ, പൊളിയാണ് പാൻസിനൊക്കെ പൊളി. മിക്കവാറും ലിനൻ പാൻസ് ഈ 2 ടീഷർട്ടും ആയിരിക്കും ഇവിടെ എടുക്കണത്. ഈ ഗ്രീൻ സ്കേർട്ട് പിന്നെ എപ്പോഴെങ്കിലും എടുക്കാൻ, കാരണം അത്രയ്ക്കും കൂടി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതിന്റെ ഫിറ്റിങ്ങോ എന്തോ, വേറെ ടോപ്പിനോട് ഇട്ടാൽ ചിലപ്പോൾ ഭംഗിയുണ്ടാവും. ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇതിന്റെ കൂടെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലാണ്ട് സ്കേർട്ട് മാത്രമായിട്ട് നോക്കുമ്പോഴത്തേക്കും കൊള്ളാം. ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള ടോപ്സിന്റെ കൂടെ കിട്ടണമെങ്കിൽ രസം ഉണ്ടാവും തോന്നണം. പിന്നെ എപ്പോഴെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ എന്തായാലും 2 ടീഷർട്ടും അല്ലെങ്കിൽ പാൻസും എടുക്കാം. അനന്തും എടുത്തത് കേട്ടോ ഈ ഒരു പിങ്ക് ഷെയ്ഡുള്ള ടീഷർട്ട്. പക്ഷെ കൊള്ളാം, നല്ലൊരു പിങ്ക് ഷെയ്ഡ്. ഇനി ബ്രൗൺ. ഞങ്ങൾക്ക് ഈയിടെയായിട്ട് ഇപ്പം ന്യൂട്രൽ കളേഴ്സിനോടാട്ടോ ഇഷ്ടം. ഇത് ഞാൻ പൊക്കും, എനിക്ക് വിടാം. ഉണ്ടോ മാച്ചിങ്. എങ്ങനെ ഹണിമൂൺ പോകുമ്പോഴേ, ഹണിമൂൺ പോകുമ്പോഴല്ല അല്ലേ ഇങ്ങനത്തെ ഡേറ്റ് നൈറ്റ് പോലെ സെറ്റ് ചെയ്താലാണ്. H&M നമ്മുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, വെഡിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് വൗച്ചർ ഗിഫ്റ്റ് ചെയ്തതാണ്. അതിന് വേണ്ടി ഞങ്ങൾ തകൃതിയായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 8000-ന്റെ വൗച്ചർ ആയിരുന്നു കേട്ടോ. അത് ഞങ്ങൾ 8400-ന് പർച്ചേസ് ചെയ്തു. ഒരു 400 അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ. പക്ഷെ കുറേ നല്ല ഐറ്റംസ് കിട്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെങ്കിൽ ലിനൻ പാൻസ് സ്പെഷ്യലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഞാൻ ഇതിനോട് ചാക്കിട്ട് നമ്മൾ ഫുഡ് അടിക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോട്ടെ. എന്തൊക്കെ മേടിച്ച
മേടിച്ചാനെന്ത് നമ്മള് ഇതെന്താ അരഞ്ഞാണോ കുറച്ച് നെക്ക് പീസ് അനന്തൊരു ഇടാനാണോ ഇത് ആക്സസറീസിന്റെ ഭ്രാന്തനാട്ടോ. എന്നെ പോലെ തന്നെ നോക്കി കാതില് നോക്കിയ രണ്ട് ഇത് കണ്ട, 2 കമ്മല്, മാല, മൂക്കുത്തി തവണാ നല്ല ഭംഗിയുണ്ടാവും. മാല കാണിച്ചേ, മാല ഇത് ഫുൾ സിൽവറിലാണ് കേട്ടോ. അതുകൊണ്ട് ആക്സറീസ് നോക്കി എന്ത് ഇഷ്ടമെന്ന് നോക്കി അനന്തൂന്. എനിക്ക് ഇഷ്ടോട്ടോ ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ഇടുന്നത്. ഇത് കണ്ട ആക്സറി മേടിച്ചാണ്. പിന്നെ കുറെ വേറെ ഐറ്റംസ് ഉണ്ടല്ലോ അനന്തു. പിന്നെ ടീഷർട്ട് മേടിച്ചാ, ടീഷർട്ട് മേടിച്ചു. ആ പിന്നെ പിന്നെന്താ മേടിച്ചത്? ടീഷർട്ടും പിന്നെ ഫോൺ കവർ സെറ്റ്. എന്റെ അനന്തുന്റെയും കൂടി സാധനങ്ങളാട്ടെ. ഞങ്ങളിന്ന് കറക്റ്റ് ബഡ്ജറ്റിനായിരുന്നു എന്നുള്ള അല്ലേ. 4000 വെച്ച് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് ബാക്കി ഞങ്ങൾക്ക് ഒരു 400 അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. 8000 രൂപ വൗച്ചറായിരുന്നു കേട്ടോ. ബില്ലോക്ക് കുറേ ഉണ്ട്, സാധനങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ഒരു 6-7 ഐറ്റം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹോൾ വീഡിയോ ചെയ്യാനുള്ള ഐറ്റംസ് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. കാരണം ഞാനൊരു 2 ടീഷർട്ട് ഒരു ലിനൻ പാൻസ് കൊടുത്തു, അനന്തു 2 ടീഷർട്ട്, അതുപോലെ തന്നെ ഫോൺ കവർ, ചെയിന്, അങ്ങനെ കുറേ ഐറ്റംസ് അങ്ങനെ എടുത്തു കേട്ടോ. കൊള്ളായിരുന്നു മൊത്തത്തിൽ. ശരിക്കും കേട്ടോ വെഡിങ്ങിന് ഇങ്ങനത്തെ വൗച്ചേഴ്സ് കിട്ടണ ഭയങ്കര നല്ലതാണ്. ഇതൊക്കെയാട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. ഫ്രഞ്ച് ഫ്രൈസ്, കോക്ക്, അതുപോലെ തന്നെ മാക്സ് സ്പൈസി ബർഗർ. അനന്തുയുടെ ഫേവറേറ്റ് ഐസ്ക്രീം ചോക്ലേറ്റ് ആട്ടോ. എൻ്റെ വാനില് ചോക്ലേറ്റിൽ എന്ത് കിട്ടിയാലും അനന്തു ഹാപ്പിയാണല്ലേ. ഞാൻ ദേ ഇവിടെ ഈ കോക്കും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും മാക്സ് സ്പൈസി ബർഗറും ഒക്കെ ആയിട്ടോ കഴിക്കണം. ഭയങ്കര ഹെൽത്തി ഒന്നും അല്ലെന്ന് എനിക്കറിയാം, എന്നാലും ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട്. അന്ന് വീട്ടിൽ പോയിട്ട് ചോറും കറി കഴിക്കുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഹെൽത്തി മാനാണ് എൻ്റെ സുന്ദരൻ, ഹെൽത്തി മാനാണ് അല്ലേ. ഫേവറേറ്റ് ഈ ഒരു സോഫ്റ്റ് സെർവും കഴിച്ച് ഞാനിവിടെ ഇരിക്കുക കേട്ടോ. ഒരാൾ ഇടയ്ക്ക് വെച്ചിട്ട് അഡാസിൻ്റെ ഷോപ്പ് കണ്ട് നോക്കി പർച്ചേസ് ചെയ്യാൻ പോയേക്കുക ആസ് യൂഷ്വൽ. എനിക്കെപ്പോഴും ക്യാപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ സ്പെക്കും അനന്തുമായിട്ട് സെലക്ട് ചെയ്ത് കാരണം ഇത് രണ്ടിലും എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്. പക്ഷെ ഇത് കൊള്ളാട്ടെ, നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡ്. വീട്ടിൽ ഗ്രീൻ ബ്രാൻഡ് കയറിയേക്കുക നോക്കി. ചെരുപ്പ്, ബാഗ്, തൊപ്പിയും കൂടെ എടുത്ത് അടിപൊളിയാവും. ഞാൻ ഈ ക്യാപ്പ് സെലക്ട് ചെയ്തു കേട്ടോ. ഞാൻ സെലക്ട് ചെയ്തതല്ല, എനിക്ക് അനന്തു സെലക്ട് ചെയ്ത് തന്നാണ്. പറ, എനിക്ക് ക്യാപ്പും അതെ സ്പെക്കും അതെ അനന്തുമായിട്ട് സെലക്ട് ചെയ്ത് തരണം. കാരണം ഇത് രണ്ടിലും എനിക്ക് വലിയ വശമൊന്നുമില്ല ഇങ്ങനെ നല്ലത് എടുക്കണം എന്നുള്ളത്. ഡ്രസ്സാണെങ്കിൽ ഓക്കെ അല്ലേ, പക്ഷെ ഇഷ്ടപ്പെട്ട ഈ കളർ ഇഷ്ടപ്പെട്ടു. പച്ച പിടിച്ച് നിൽക്കുവാട്ടോ. ഞാൻ നോക്കി തൊപ്പി പച്ച, ഇന്ന് പച്ച ടീഷർട്ട് എടുത്തു ഞാൻ. അതേ കണ്ടോ, പച്ച തൊപ്പി, പച്ച ബാഗ്, പച്ച ഫുഡ് വെയർ അല്ലേ, എല്ലാം പച്ച. പച്ചപ്പരിഷ്കാരി അല്ലേ, കൊള്ളാട്ടെ. നല്ല അപ്പോൾ അതെ ഇതും കൂടി മേടിക്കുന്നു. അനന്തുവിന് ടീഷർട്ട് മേടിക്കാൻ കയറിയാട്ടോ. എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഫോറമോള അഡാസിൽ തന്നെയാണെങ്കിൽ ഈ മച്ചാനെ പിടിച്ചോട്ടാ. വന്നപ്പോലെ ക്യാപ്പ് എടുക്കട്ടെ, ഒരു സ്നീക്കേഴ്സ് ആയാലോ. അവസാനം പറഞ്ഞു വരുന്ന എന്നെ കൊണ്ട് ക്യാപ്പ് എടുപ്പിച്ചു. പക്ഷെ കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒറിജിനൽസിന്റെ അടിപൊളി. ഓ സെറ്റ് സെറ്റ് വിട്ട് കളയണ്ടാട്ടോ. അടിപൊളി, പക്ഷേ കൊള്ളാം. ക്യാപ്പും ഇഷ്ടപ്പെട്ടു. നൈസ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതേ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ. യെസ്, ഞങ്ങളിതേ കുറേ ഐറ്റംസ് മേടിച്ചോട്ടെ. കാണിച്ചാലും H&Mന്ന് ഒരു ലോഡ് സാധനങ്ങൾ മേടിച്ചു. അതുപോലെ തന്നെ അഡിഡാസിന്ന് മേടിച്ചു. അഡിഡാസ് ലാസ്റ്റ് ഒരു പ്ലാൻ ആയിരുന്നു. അതിൽ കൂടി നടന്നു പോയപ്പോഴത്തേക്ക് ഒരു ഓവർ സൈസ് ബ്ലാക്ക് ടീഷർട്ട് അപ്പൊ അങ്ങനെ അത് മേടിച്ചത് ഇഷ്ടപ്പെട്ടായിരുന്നു. ടീഷർട്ട് നല്ലായിരുന്നു കേട്ടോ. കൂടെ കയറി ഞാൻ മേടിച്ചു ഒരു ക്യാപ്പ്. അതെനിക്ക് മനസ്സിലാവാത്തത് ചീരക്കണ്ടോട്ട്. അതുപോലെ ഞാനൊരു ക്യാപ്പ് മേടിച്ചു കേട്ടോ. കൊള്ളായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാം ഒരു സ്ഥലത്ത് തന്നെ മേടിക്കാൻ പറ്റിയോണ്ട് വലിയ ഹെക്റ്റിക് ആയില്ല. രണ്ടൊരു വിശക്കണ്ടല്ലേ. ഞാൻ നല്ല തട്ടിക്ക് വെച്ചിട്ടോ. ആനന്ദം അങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കില്ല, നല്ല കുട്ടിയാണ് അല്ലേ. ജങ്ക് ഫുഡ്സ് ഇല്ല. എനിക്ക് പയ്യെ കയറണം തിരിച്ച് ഡയറ്റിലേക്ക്. ഞാൻ മിസ് ചെയ്യേണ്ടത് എന്താ, ഫേസിലൊക്കെ ബ്രേക്ക് ഔട്ട്സും കാര്യങ്ങളൊക്കെ വണ്ടി വന്നു കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. അതുവരേക്കും ബൈ.